US ബോംബറിന് പിന്നാലെ റഷ്യൻ വിമാനവും തകർന്നു വീണു. ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ വിമാനം തകർന്ന വാർത്തയും പുറത്തു വരുന്നത്. ആഗോള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ തുടരെയുള്ള വിമാന അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയിൽ പരിശീലന പറക്കലിനിടെ റഷ്യയുടെ യുദ്ധവിമാനമായ Tu-22M3 തകർന്നു വീണത്. വിമാനം കുത്തനെ താഴേക്ക് പതിക്കുകയും വൻതോതിൽ പുക ഉയരുകയും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 4 ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. US ബോംബറായ B-52 തകർന്നു വീണ ദിവസം തന്നെയാണ് റഷ്യൻ വിമാനവും തകർന്നത്. ശീതയുദ്ധകാലത്താണ് ഇരു വിമാനങ്ങളും വികസിപ്പിച്ചത്. നാശനഷ്ടങ്ങളൊന്നുമില്ലെന്നും Tu-22M3 വിമാനം യുദ്ധസാമഗ്രികളില്ലാതെയാണ് പറന്നിരുന്നതെന്നും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കമൻക ഗ്രാമത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണതെന്ന് ഇർകുട്സ്ക് ഗവർണർ ഇഗോർ കോപ്സേവ് പറഞ്ഞു. എഞ്ചിൻ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നാറ്റോ ബാക്ക്ഫയർ എന്ന് കോഡ്നാമം നൽകിയിട്ടുള്ള Tu-22 സോവിയറ്റ് കാലഘട്ടത്തിലെ സൂപ്പർസോണിക് ബോംബർ വിമാനമാണ്. സിറിയയിലും യുക്രൈനിലും റഷ്യ ഇത് യുദ്ധത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ പുതിയ പതിപ്പായ Tu-22M3ക്ക് KH-22 ക്രൂസ് മിസൈലുകളും വിമാനത്തിൽ നിന്നും തൊടുക്കാവുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും വഹിക്കാൻ ശേഷിയുണ്ട്. US സൈന്യത്തിന്റെ B-52 ബോംബർ വിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചതിന് പിന്നാലെയാണ് റഷ്യൻ വിമാനം അപകടത്തിൽപ്പെട്ടത്. ലോസ് ഏഞ്ചൽസിൽ ഏകദേശം 95 കിലോമീറ്റർ വടക്കുള്ള എഡ്വേർഡ്സ് വ്യോമസേനാ താവളത്തിലാണ് B-52 തകർന്നത്. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സഞ്ചരിച്ച വിമാനമാണ് തകർന്നതെന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് പ്രസ്താവനയിൽ പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം 1969 ഓഗസ്റ്റ് 30 ആദ്യമായി പറഞ്ഞ നോൺ വേരിയബിൾ സ്വീപ് Tupolev Tu-22 ബ്ലൈൻഡർ എന്ന വിമാനത്തിൽ നിന്നാണ് സ്ട്രാറ്റജിക് ബോംബർ മാരിടൈം സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് Tu-22M ബാക്ക്ഫയർ വികസിപ്പിച്ചെടുത്തത്. 1972 ശീതയുദ്ധത്തിന്റെ കൊടുമുടിയിൽ ഇത് സേവനത്തിൽ ചേർന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതയുദ്ധം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ 1993 ഉൽപാദനം നിർത്തിവെച്ചു. ഈ വിമാനം ഒരു സൂപ്പർസോണിക് വേരിയബിൾ സ്വീപ് വിംഗ് മിസൈൽ കാരിയർ, ദീർഘദൂര സ്ട്രാറ്റജിക് മാരിടൈം സ്ട്രൈക്ക് ബോംബർ എന്നിവയാണ്. സോവിയറ്റ് നേവൽ ഏവിയേഷൻ ദീർഘദൂര സമുദ്ര വിരുദ്ധ ഷിപ്പിംഗ് റോളിൽ ഇത് ഉപയോഗിച്ചു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ 2024 മിലിറ്ററി ബാലൻസ് റിപ്പോർട്ട് പ്രകാരം 2024 ഒരേ ഒരു ഓപ്പറേറ്ററായ റഷ്യൻ വ്യോമസേനയ്ക്ക് 57 വിമാനങ്ങൾ സർവീസിലുണ്ടായിരുന്നു. എന്നിരുന്നാലും റഷ്യയുടെ പക്കൽ 27 വിമാനങ്ങൾ പ്രവർത്തനക്ഷമമായ അവസ്ഥയിലാണെന്ന് ഉക്രൈന്റെ മെയിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് കണക്കാക്കി. 1962 Tupolev Tu-22 ഉൾപ്പെടുത്തിയപ്പോൾ ഒരു ബോംബർ വിമാനം എന്ന നിലയിൽ അത് പ്രവർത്തനക്ഷമമല്ലെന്ന് കണ്ടെത്തി. അതിന്റെ കൈകാര്യം ചെയ്യൽ ഗുണങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന് കണക്കാക്കപ്പെട്ടു. ബാഹ്യ ദൃശ്യപരത കുറവായിരുന്നു അതിന്. Tupolev ഉടൻ തന്നെ വേരിയബിൾ സ്വീപ് വിംഗ് നവീകരിച്ച എഞ്ചിനുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു നവീകരണം ആസൂത്രണം ചെയ്തു. വിമാനത്തിന് Tu-22M എന്ന് നാമകരണം ചെയ്തു. അതിന്റെ പ്രധാന ആയുധം KH-22 സ്റ്റോം ദീർഘദൂര കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.